പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളെ, സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, നമ്മളിന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാനാണ്. നീണ്ട വർഷങ്ങളിലൂടെ ദൈവം നമ്മെ പല വിധത്തിൽ പരിപാലിക്കുകയും വളർത്തുകയും ചെയ്യുകയാണ്. എല്ലാവരും അനുഭവിച്ചറിഞ്ഞ ഒന്ന്, ദൈവത്തിൻ്റെ കൃപ നമ്മോടൊക്കെ കൂടി ഉണ്ടായിരുന്നു നമ്മുടെ വളർച്ച. കാരണമാണ്, അതുകൊണ്ട് മാത്രമാണ് നമുക്കിന്ന് ഇവിടെ ഇങ്ങനെ ഒന്നിച്ചു ചേരുവാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും ബലി അർപ്പിക്കുവാനായിട്ട് നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ഓർക്കുന്നത് യേശുവിൻ്റെ ബലിയും അല്ലെങ്കിൽ യേശുവിൻ്റെ അന്ത്യ അത്താഴവും ഒരു സൗഹൃദ കൂട്ടായ്മയായിരുന്നു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ട് ഒന്നു ചേർന്ന് ഗുരു നടത്തിയ ഒരു വിരുന്ന്. ആ വിരുന്നിൽ തൻ്റെ ശരീരം തന്നെ അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് സ്നേഹത്തിൻ്റെ പരിപൂർണത അവരെ പഠിപ്പിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ഈ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് കഴിയുന്നതും അത് തന്നെയാണ്. നമുക്ക് ഓർക്കാൻ സാധിക്കുന്നതും നമുക്ക് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നതും അത് തന്നെയാണ്. യേശുവിൻ്റെ ബലിയിൽ പങ്കുചേരുമ്പോൾ യേശുവിനെ പോലെ പരസ്പരം
സ്നേഹിച്ചുകൊണ്ട് ജീവിതം പകർത്തു കൊടുത്തുകൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി, നമ്മുടെ സഹപാഠികൾക്ക് വേണ്ടി നമ്മുടെ അല്പം സമയവും അല്പം സ്നേഹവും ഒക്കെ പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് തന്നെയാണ് ബലിയുടെ ഏറ്റവും വലിയ മഹത്വം. ഈ ബലി ഭക്തിപൂർവ്വം അർപ്പിക്കുവാൻ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന് സഹായം ആവശ്യമാണ്. കാരണം ഞാൻ നിങ്ങളും അടങ്ങുന്ന എല്ലാവരും ബലഹീനരായ മനുഷ്യരാണ്. ആ ബലഹീനതയിൽ നമ്മുടെ ശക്തി ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ കൃപാവരവും മാത്രമാണ്. ആ ബോധ്യത്തോടു കൂടി നമുക്ക് വന്നുപോയ ഓരോ വീഴ്ചകളും ദൈവസന്നിധിയിലേക്ക് പറഞ്ഞുകൊണ്ട് തമ്പുരാനോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് ആരംഭിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോട് ഞാൻ ഏറ്റുപറയുന്നു, പ്രവൃത്തിയാൽ ഉപേക്ഷിച്ചാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനിധിയായ സമയത്തോടും എല്ലാ മാലാഖമാരോടും ശിശുക്കളോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ആത്മാവ് ഞങ്ങളിൽ ആത്മീയ ദാനങ്ങൾ സമൃദ്ധമായി നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേക്ക് പ്രീതികരമായ മനസ്സ് ഞങ്ങൾക്ക് ഈ ആത്മാവ് നൽകുകയും കാരുണ്യപൂർവ്വം അങ്ങേ തിരുമനസ്സിന് ഞങ്ങളെ അനുരൂപരാക്കുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്ത് അഗ്രിപ്പ രാജാവും ബെർണിക്കായും ഫെസ്തൂസിനെ അഭിവാദനം ചെയ്യാൻ കേസരിയായിൽ എത്തി. അവർ അവിടെ വളരെ ദിവസങ്ങൾ താമസിച്ചു. ഫെസ്തൂസ് പൗലോസിന്റെ കാര്യം രാജാവിനെ ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഫെലിക്സ് തടവുകാരനായി വിട്ടിട്ട് പോയ ഒരു മനുഷ്യൻ ഇവിടെയുണ്ട്. ഞാൻ ജെറുസലേമിലായിരുന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും യഹൂദ പ്രമാണികളും അവനെതിരായി വിധി പ്രസ്താവിക്കാൻ അപേക്ഷിച്ചുകൊണ്ട് അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നെ ധരിപ്പിച്ചു. വാദിയെ മുഖാഭിമുഖം കണ്ട് തൻ്റെ മേൽ ആരോപിതമായ കുറ്റങ്ങളെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കാൻ പ്രതിക്ക് അവസരം നൽകാതെ അവനെ ഏൽപ്പിച്ചു കൊടുക്കുക റോമാക്കാരുടെ പതിവല്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അവർ ഇവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ ഒട്ടും താമസം വരുത്താതെ അടുത്ത ദിവസം തന്നെ ഞാൻ ന്യായാസനത്തിലിരുന്ന് ആ മനുഷ്യനെ കൊണ്ടുവരാൻ കൽപ്പിച്ചു. വാദികൾ കുറ്റാരോപണം ആരംഭിച്ചപ്പോൾ സങ്കല്പിച്ച തരത്തിലുള്ള ഒരു തിന്മയും അവൻ്റെ മേൽ ചുമത്തി കണ്ടില്ല. എന്നാൽ തങ്ങളുടെ തന്നെ ചില അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും മരിച്ചുപോയെങ്കിലും ജീവിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് സമർത്ഥിക്കുന്ന
ഒരു യേശുവിനെ കുറിച്ചും മാത്രമേ അവർക്ക് അവനുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നുള്ളൂ. എന്തു തീരുമാനമെടുക്കണമെന്ന് നിശ്ചയമില്ലാതെ വന്നപ്പോൾ ജെറുസലേമിലേക്ക് പോകുവാനും അവിടെ വെച്ച് അവയെപ്പറ്റി വിചാരണ ചെയ്യപ്പെടാനും സമ്മതമാണോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു. എന്നാൽ ചക്രവർത്തിയുടെ തീരുമാനം ഉണ്ടാകുന്നതുവരെ തനിക്ക് സംരക്ഷണം നൽകണമെന്ന് പൗലോസ് അപേക്ഷിച്ചതിനാൽ സീസറിന്റെ അടുത്തേക്ക് അയക്കുന്നതുവരെ അവനെ തടവിൽ വയ്ക്കാൻ ഞാൻ ആജ്ഞാപിച്ചു. ദൈവവചനമാണ് നാം കേട്ടത്. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തന്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. എല്ലാവരും അവിടുത്തെ രാജകീയ അധികാരത്തിൽ കീഴിലാണ്. കർത്താവിന്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദൂതരെ അവിടുത്തെ വാഴ്ത്തുവിൻ. കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുവാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു. കർത്താവിൻ്റെ വചനം. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞനുജന്മാരെ, അനുജന്മാരെ, പ്രിയപ്പെട്ട സഹപാഠികളെ, പ്രിയ മാഷെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം വർണ്ണിക്കുന്നില്ല.
അതേ സ്ഥാനത്ത് വളരെ പ്രാധാന്യത്തോടുകൂടി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശിഷ്യന്മാരുടെ കാലു കഴുകുന്ന യേശുവിനെ. യോഹന്നാൻ സുവിശേഷകന്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ സൂക്ഷ്മമായി ദൈവവചനത്തിന്റെ കാതൽ തൊട്ടു കാണിക്കുന്ന സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. യേശുവിന്റെ ദിവ്യകാരുണ്യ സ്ഥാപനം അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം തീർച്ചയായിട്ടും ഏറ്റവും പ്രാധാന്യമുള്ളത്. അതേ പ്രാധാന്യം തന്നെ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൊള്ളുന്ന യേശുവിന് കൊടുക്കുകയാണ്. അവിടെയാണ് സുവിശേഷത്തിന്റെ പൂർണ്ണത യോഹന്നാൻ വ്യക്തമാക്കുന്നത്. തൻ്റെ ശരീരം വിഭജിച്ച് നമുക്ക് നൽകുന്ന യേശുവിനെ തന്നെയാണ് സേവന സന്നദ്ധനായി ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന യേശുവിലും യോഹന്നാൻ ദർശിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടതുപോലെ ഒരേ ഒരു കൽപ്പന യേശു നമുക്ക് തന്നു. നിയമങ്ങളുടെ ബാഹുല്യത്തിൽ മുങ്ങി നിന്നിരുന്ന യഹൂദ ജനതയ്ക്ക് യേശുവിന് കൊടുക്കുവാനുണ്ടായിരുന്നത് ആകെ ഒരു കൽപ്പനയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. കേൾക്കുമ്പോൾ വളരെ മനോഹരമായ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. എങ്ങനെയാണ് യേശു നമ്മളെ സ്നേഹിച്ചത്? തൻ്റെ ജീവന്റെ അവസാനം വരെ നമുക്ക് വേണ്ടി തന്നുകൊണ്ട്, സേവനത്തിന്റെ ഔന്നിത്യം നമ്മുടെ മുൻപിൽ കാണിച്ചു തന്നുകൊണ്ട്, നമ്മുടെയൊക്കെ പാദങ്ങൾ കഴുകുവാൻ കുനിഞ്ഞു നിന്ന സർവേശ്വരനെ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തിക്കൊണ്ട്, സൃഷ്ടാവ് സൃഷ്ടിയുടെ മുമ്പിൽ വണങ്ങി നിൽക്കുന്ന അവസരം. അതാണ് കാല് കഴുകുന്ന മനോഹരമായ മുഹൂർത്തം. അത് മാത്രമാണ് യേശു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല സ്നേഹത്തിന്റെ ഈ കൽപ്പന. സ്നേഹിക്കുന്നത് എളുപ്പമാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. പക്ഷേ ജീവിതത്തിൻ്റെ നാമ്പിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കറിയാം സ്നേഹം അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മളൊക്കെ സ്നേഹിക്കുന്നത് പലപ്പോഴും വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ്. ഞാൻ അവരെ സ്നേഹിക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് ഞാൻ കുറെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്നേഹം പകർന്നു കൊടുക്കുമ്പോൾ ഞാൻ അവിടുന്ന് ഒത്തിരി ഇങ്ങോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ എൻ്റെ സ്നേഹത്തിന് ഞാൻ വ്യവസ്ഥ വെച്ചു. നീ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ നിന്നെ ഞാൻ സ്നേഹിക്കുക, അല്ലെങ്കിൽ എന്നോട് നീ അത് കാണിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കാം. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് യേശുവിൻ്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. നമ്മളോട് പറഞ്ഞത് വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുവാനാണ്. അതുകൊണ്ടാണ് നിന്റെ ശത്രുവിനെയും സ്നേഹിക്കുവാൻ യേശു പ്രത്യേകമായിട്ട് പറയുന്നത്. അവരിൽ നിന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. നിന്ദകളല്ലാതെ, വേദനകളല്ലാതെ, കുരിശുകളല്ലാതെ. എങ്കിലും നിനക്കതിൽ നിന്ന് മോചനമില്ല. നീ അവനെയും സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, അതാണ് സ്നേഹകൽപ്പനയുടെ പ്രാധാന്യം. നമ്മളിവിടെ ഒന്നിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ സഹപാഠികളുമായിട്ട് ഈ സന്തോഷം പങ്കുവയ്ക്കുവാനാണ്, യേശുവിൻ്റെ സ്നേഹവും കൂടി പങ്കുവയ്ക്കുവാനാണ്. ഇവിടെ വ്യവസ്ഥകളില്ലാതെ നമുക്ക് നമ്മുടെ സഹപാഠികളെ സ്നേഹിക്കുവാൻ കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുവാൻ കഴിഞ്ഞാൽ, അതായിരിക്കും നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ വിജയം. വ്യവസ്ഥകൾ വയ്ക്കാതെ, ആരെയും വേറൊരു കണ്ണുകളിലൂടെ അളക്കാതെ, നമ്മളൊക്കെ യേശുവിൻ്റെ കണ്ണുകളോടുകൂടി അവരെ കാണുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മയുടെ ആഴം വർദ്ധിക്കും. ഒരാളെയും മാർജിനലൈസ് ചെയ്യാതെ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മ കൂടുതൽ പൂർണ്ണത കൈവരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, അതിനുവേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം.
ദൈവം നമ്മെ നയിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്കായിരിക്കും. കാരണം നമ്മുടെ കൂട്ടായ്മ ഒന്നോ രണ്ടോ ചേരൽ കൊണ്ട് അവസാനിക്കാനുള്ളതല്ല. ആ കൂട്ടായ്മ വളർന്ന് പരസ്പരം സ്നേഹിക്കുന്ന ഒരു സമൂഹമായിട്ട്, ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു സമൂഹമായിട്ട് മുന്നോട്ട് പോകുവാൻ അതിന് നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി ലഭിച്ചുകൊണ്ട് ഈ ദൗത്യം നിറവേറ്റുവാൻ യേശു നമ്മെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രൻ്റെ പ്രാർത്ഥനകളും യാത്രകളും സ്വീകരിച്ചാണ് നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കട്ടെ. ഒന്നു ചേർന്നുകൊണ്ട് നമുക്ക് പ്രതിവദിക്കാം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണം. കാരുണ്യവാനായ പിതാവേ, ലിയോ പാപ്പയെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആഗോള കത്തോലിക്ക സഭയെ വിശ്വാസത്തിലും സമാധാനത്തിലും നയിക്കുവാനും ലോകരാഷ്ട്രങ്ങളെ ഒന്നിച്ചു നിർത്തുവാനുള്ള കഴിവും ആരോഗ്യവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അതിരൂപതയെ നയിക്കുന്ന ജോസഫ് കളത്തിപ്പറമ്പ് പിതാവിനെയും സഹായമെത്രാൻ ആന്റണി ബാലങ്കൽ പിതാവിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതിരൂപത ജനത്തെയും ഇടവകളെയും ഒന്നിച്ചു ചേർത്ത് ദൈവിക പരിപാലനയെ നയിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിൽ മുന്നോട്ട് നയിക്കാനുള്ള കഴിവ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ബലി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സഹപാഠി രാജൻ ചൂരപ്പറമ്പിലച്ഛനെയും ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന മേഖലയിൽ ദൈവകൃപ ഉണ്ടാകുവാനും അതുവഴി ജനങ്ങൾ അച്ഛനോട് ചേർന്ന് സഹവർത്തത്തോടെ പെരുമാറുവാനും ശാരീരികവുമായ അസുഖങ്ങളും രോഗങ്ങളും വരുത്താതെ അങ്ങയുടെ മകനായി ചേർത്ത് നിർത്തുവാനുള്ള കൃപ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ പൂർണ്ണമായി അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഓരോ കുടുംബങ്ങളും അങ്ങിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥനയിലും സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുവാനും രോഗങ്ങളിലും കടബാധ്യതകളിൽ നിന്നും വിമുക്തരായി സന്തോഷകരമായ ജീവിതം നയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിലെ കുടുംബങ്ങളിലെ മുഴുവൻ കുട്ടികളെയും കൊച്ചുമക്കളെയും സമർപ്പിക്കുന്നു. മാതാപിതാക്കളെ ബഹുമാനിച്ച് കുടുംബസ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും വളരുവാനും പഠനത്തിലും ജോലിയിലും ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും ആത്മാർത്ഥമായ പരിശ്രമത്തിൽ മുന്നേറുവാനും നല്ല ഭാവി ജീവിതം ലഭിക്കുവാനുമായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള പ്രായമായ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും രോഗബാധിതരായവർക്ക് പൂർണ്ണമായ സൗഖ്യവും നൽകി അങ്ങയുടെ കരവലയത്തിൽ ചേർത്ത് നിർത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിലെ കുടുംബാംഗങ്ങൾ തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ നന്നായി പ്രവർത്തിയെടുക്കുവാനും ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുവാനും എല്ലാവരോടും സ്നേഹത്തോടെ സഹവർത്തിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബിസിനസ് മേഖലയിൽ പ്രവൃത്തിയെടുത്തു വരുന്ന എല്ലാ അംഗങ്ങളെയും സമർപ്പിക്കുന്നു. അവരുടെ അധ്വാനത്തിന് തക്ക പ്രതിഫലം നൽകുവാനും അതുവഴി സമൂഹത്തോട് ഉത്തരവാദിത്വത്തോടെ പെരുമാറുവാനും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അവരെ കാത്തു സംരക്ഷിക്കുവാനും കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ
മാതാപിതാക്കളെയും സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും ഞങ്ങൾക്ക് അറിവും ഉപദേശവും നൽകിയ പ്രിയ അധ്യാപകരെയും പ്രത്യേകമായി ഞങ്ങളിൽ നിന്ന് വിടവാങ്ങിപ്പോയ ഞങ്ങളുടെ സഹപാഠികൾ രാജേഷിനെയും സാമുവലിനെയും സ്വർഗീയ സൗഭാഗ്യത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർത്ത് നിർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന അങ്ങേ വിശ്വാസമുള്ള ആത്മാക്കൾക്ക് വരികട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാവരെയും അങ്ങയുടെ സ്നേഹത്തിൽ ഒന്നു ചേർന്ന് മുന്നോട്ട് പോകുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. Say
എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, അങ്ങ് ജനത്തിൻ്റെ ബലിവസ്തുക്കൾ കരുണയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേക്ക് അവ സ്വീകാര്യമായി തീരുകയും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്താൽ ഞങ്ങളുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്തെന്നാൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ജേതാവും മഹത്വത്തിൻ്റെ രാജാവുമായ കർത്താവായ യേശു മാലാഖമാർ വിസ്മയം കൊണ്ട് നിൽക്കവേ സ്വർഗത്തിൻ്റെ ഉന്നതിയിലേക്ക് ആരോഹണം ചെയ്തു. ദൈവസമക്ഷം മനുഷ്യരുടെ മധ്യസ്ഥനും ലോകത്തിലെ വിദ്യാളനും സൈന്യങ്ങളുടെ കർത്താവുമായി അവിടുന്ന് എഴുന്നള്ളിയത് ഞങ്ങളുടെ എളിയ മനുഷ്യപ്രകൃതി ഉപേക്ഷിക്കാനല്ല, പിന്നെയോ ഞങ്ങളുടെ ശിരസ്സും ഉറവിടവുമായ അവിടുന്ന് എത്തിച്ചേർന്നെടുത്ത് അവിടുത്തെ അംഗങ്ങളായ ഞങ്ങളും ഒന്നു ചേരുമെന്ന് ഉറപ്പ് വരുത്തുവാനാണല്ലോ. ആകയാൽ പെസഹ സന്തോഷത്തിൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശക്തികന്മാരും മാലാഖവൃന്ദങ്ങളും അഭിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്ന് ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. തിരുനാമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിൻബലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സ പീഡനം സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത അർപ്പിച്ച്
തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്യുന്നു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുകയും, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവാൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെന്നും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും ആന്റണി മെത്രാനോടും സകല മെത്രാന്മാരോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠികളായ രാജേഷിനെയും സാമൂലിനെയും അങ്ങ് ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോട് ഒന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കി തീർക്കണം. ഉയർപ്പിൻ്റെ പ്രത്യാശയോടും നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അംഗീകാരത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കണമേ. അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. നമുക്കൊന്ന് നിശബ്ദമായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സഹപാഠികളുമായ മറ്റു മനുഷ്യരുടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ എല്ലാവരും കനിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ കർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതനായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വാഴും ഞങ്ങൾ കണ്ടാതാ നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലേപ്പോൾ എങ്ങഴും പാരിലുമായിടേണം. അന്നോ വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്ക് നൽകുക.
എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നൊന്ന് ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. സ്നേഹക്കുളിരായി നിറയൂ ഇന്നെങ്കിൽ നിത്യം
പരിശുദ്ധമായ ശരീരം ദിവസം തോറും സംഭവിക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങൾ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായ കാത്തുകൊള്ളണമേ. അങ്ങേ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിഷ്ണുമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകലോകങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അങ്ങയോടുള്ള വിശ്വസ്തതയിൽ എന്നും ജീവിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായ പകർന്നു ലഭിക്കുമാറാകട്ടെ. അവരുടെ പ്രയത്നങ്ങൾ സർവസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യവും അനുഭവിക്കാനിടവരെ. ലോകരക്ഷകനായ ഈശോയെ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും അങ്ങേ അമൂല്യമായ തിരുരക്തം പൂശി എപ്പോഴും വിശുദ്ധീകരിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. ആമേൻ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യരഹസ്യത്തിലുള്ള പങ്കാളിത്തത്തോടൊപ്പം ഞങ്ങളുടെ രക്ഷയുടെ ഫലവും വർത്തമാനമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. Happy
ആമേൻ.